ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഇത് ഓണം സ്പെഷ്യൽ ഷൂട്ടാണ്. ഇത് അമ്മമ്മയും മേമയും കലമേമയും കൂടി ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ ഷൂട്ടിന് വേണ്ടി നമ്മൾ പർപ്പിൾ ഹൗസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ആദ്യമേമ എത്തിയിട്ടുണ്ട്. ആതിര ടീച്ചറാട്ടോ, ഗുരുകുലത്ത് +2 ടീച്ചറാണ്. നമ്മുടെ മേമ തീക്കുട്ടിയുടെ മേമയാണ്. ഇത് ശ്രീനിക എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ അതേ ഷൂട്ടിൻ്റെ ഇടയിൽ കുറേ രഹസ്യമല്ല, രസകരമായ കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടീക്കുട്ടിയുടെ കൈ നോക്കിയിട്ട് ഒരു കൈ നോക്കി എന്താ പറയണേ നോക്കാം. ഏത് കാര്യത്തിൽ മോളുടെ മനസ്സിലൊക്കെ കുറച്ച് പടപടപ്പുണ്ട്. ധൃതിയുണ്ടാ? എനിക്ക് മനസ്സിലാവില്ല ധൃതി ഉണ്ടോന്ന്. അത് പറഞ്ഞ ഭയങ്കരമായിട്ട് ഫാസ്റ്റിലായിട്ട് സംസാരിക്കുമെന്ന്. നല്ലതുപോലെ ധൃതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കണ്ടൊരു സാധനമാണ്, ഒരു ബേർഡാണ്. ഈ ബേർഡിന്റെ പേരറിയുന്നവർ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ കേട്ടോ. ഹാപ്പി ഓണം ഗൈസ്. അപ്പൊ ഇത് പറയുന്ന ഗൈസ് നമ്മളിന്ന് ഓണം ഷൂട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ് കൊറേ പൂക്കളുണ്ട്. അത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് അറിയും ടീക്കുട്ടി. അപ്പൊ ഇന്ന് നമ്മൾ പർപ്പിൾ ഹൗസിൽ എന്താണ് ടീക്കുട്ടി? ഓണം ഫോട്ടോഷൂട്ട്. ഓഡിയോ ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട് മക്കളെ. ഇതാണ് നമ്മുടെ ഉറി. ടീക്കുട്ടി ഇത് പിടിച്ചേ ഗൈസ്. ഉറി അടിക്കലിന് വേണ്ടി നമ്മുടെ കലമേമ പാവം കേട്ടോ 2-3 ചട്ടി വാങ്ങിക്കാൻ പറഞ്ഞതാണ്. ഇത് 2-3 ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറി അടിക്കൽ സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് മുറ്റത്തിലാണ് നമ്മൾ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ കോലൊക്കെ കൊണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പർപ്പിൾ ഹൗസിലാണ്. പുതിയതായി സബ്സ്ക്രൈബേഴ്സിന് പർപ്പിൾ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, അതായത് ടീക്കുട്ടിയുടെ അമ്മ വീട് അല്ലേടാ. അപ്പോൾ അതെ, ഇവിടെയാണ് നമ്മൾ പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂവെല്ലാം അവിടെ സെറ്റ് ആക്കിയത് കണ്ടോ. ഇവിടെ കോലൊക്കെ വെച്ചിട്ട് ദേ ഉറിയുടെ സെറ്റപ്പാണ് കേട്ടോ. ഇത് ഫുൾ അപ്പാപ്പ. അതുപോലെ തന്നെ ഇതിന്റെ ബിഹൈൻഡ് സ്ക്രീനിൽ കുറേ പേരുണ്ടല്ലേ ടിയ? യെസ്. അവിടെ വെച്ചു. ഇതിങ്ങനെ നമുക്ക് ഇതിന്റെ മേലോട്ട് വെക്കാം. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം അല്ല. ഇന്ന് നമ്മൾ ഓണം ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ടീക്കുട്ടി ഇത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇനി വളകളൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ വെച്ചോ വളകൾ സെറ്റ് ചെയ്യാൻ പോകണം. വളകൾ ഇടാത്ത ടീക്കുട്ടി. അപ്പം ഇതാണ് ടീക്കുട്ടിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനനുസരിച്ച് ഇതാണ് ഡ്രസ്സ്. അപ്പം ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ. അങ്ങനെ അമ്മമാർ വന്നിട്ടുണ്ട്. ഇത് മമ്മിയുടെ ഒരേ ഒരു അനിയത്തിയാണ് കലമേമ ഈസ് ഓൾ ഇൻ ഓൾ. ഉറിയടി കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ചെയ്ത് തന്നിരിക്കുന്ന കലമേമ കേട്ടോ. ഇവിടെ ടീക്കുട്ടിക്ക് വള ഒട്ടും മാച്ച് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ പ്രശ്നം പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, മമ്മി സുന്ദരിയായോ നോക്കട്ടെ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എൻ്റെ കൃഷ്ണ, ഓ മൈ ഗോഡ്. ഇവിടെ മമ്മി ടീക്കുട്ടിക്ക് ഒന്ന് വളയുന്ന സെറ്റാക്കി കൊടുത്തേ. അതൊന്നും സാരില്ല എന്നാ പറയണേ. നന്നായിട്ടുണ്ടാ. അവൾക്ക് ആ ബ്രേസ്ലെറ്റ് അഴിക്കാതെ ഒരു രക്ഷയില്ല ഗൈസ്. ഇത് അടിക്കാനും കിട്ടുന്നില്ല. മമ്മി ഒന്ന് ബ്രേസ്ലെറ്റ് അഴിച്ചു കൊടുക്ക. ദേ ഗൈസ്, അമ്മമ്മ വന്ന് ബ്രേസ്ലെറ്റ് എല്ലാം അഴിച്ചു കൊടുക്കണം. ടീക്കുട്ടിക്ക് അത് അഴിക്കാതെ ഒരു സമാധാനം ഇല്ല എന്നാ പറയണേ. ഇപ്പൊ നമ്മുടെ ആദിമേമ വരും, ശ്രീനി, ആശ്രിത് എല്ലാവരും വരും കേട്ടോ. ദൈവമേ, പൂക്കളൊക്കെ വെച്ചിട്ടേ നമുക്കൊന്നും പൂവില്ല ഗൈസ്. ഇവിടെ മമ്മി ഫുള്ള് പൂ. ഓക്കെ, ഈവൻ നമ്പർ ഓഡ് നമ്പറും കാര്യമില്ല ടീ. അത് സാരില്ല, എങ്ങനെയെങ്കിലും ഒരു അമ്മേ അത് ചൂട്ടി ഗൈസ്. ചൂട്ടിന്റെ പ്ലേസിൽ നിൽക്കുന്നേ ഇല്ല. അമ്മമ്മ ഇവിടെ സെറ്റാക്കാണ്. ടീക്കുട്ടിക്ക് എങ്ങനെ ചെയ്തിട്ടും ഒട്ടും സെറ്റാവുന്നില്ല കേട്ടോ. കറക്റ്റ് ഗൈസ്. വളകളും കൊള്ളുന്നില്ല ഗൈസ്. നമ്മൾ ഓണത്തിന് മാത്രം ഇടുന്നതാണ്. ക്ഷമി ഒന്ന് ക്ഷമി എന്റെ പൊന്നോ. എന്റെ മോള് ക്ഷമയോടെ ഇടും. അങ്ങനത്തെ അമ്മമ്മ സെറ്റാക്കി കൊടുക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ തല്ലിപ്പൊളിക്ക്. ആ കുട്ടികളുടെ വള നമുക്കതിന് വളയില്ലല്ലോ. വള വാങ്ങിയതാണ്. അത് ആദിമേമിക്ക് പാകമാണ്. ആദിമേമിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പോട്ടെ സാരില്ല. അമ്മ ഒന്നുകൂടെ ഒന്ന് കയറ്റി കൊടുത്തേ. എന്തു പറ്റി? കൈ എന്തു പറ്റി? ഗൈസ്, രണ്ടുപേരും കൂടി മൽപ്പിടുത്തമാണ് ഒരു വള ഉണ്ടാക്കാനല്ല വളയിടാൻ. ഓക്കെ, സെറ്റ്. സാരമില്ലടാ കൃഷ്ണ. ഹാപ്പി ഓണം. ഗൈസ്, അങ്ങനെ ആദ്യമേ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പൊളിക്കാൻ പോണം. ശ്രീനിക്കൊന്ന് ആ കുറിയെന്നിട്ട് കൊടുത്തേ മമ്മേ. ഗൈസ്, നമ്മുടെ ശ്രീനി തങ്കം എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഹാപ്പി ഓണം. അപ്പൊ ഇതാണ്, അയ്യോ ആശ്രിതിനെ കണ്ടില്ല, കം ദിസ് സൈഡ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുട്ടി പട്ടാള. എനിക്ക് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ശ്രീനിക, ഇത് നമ്മുടെ ആശ്രിത്,
ഇത് നമ്മുടെ കേടൻ അദ്ദിക്കുട്ടൻ, ഇത് നമ്മുടെ കേടിപ്പാറു ടീക്കുട്ടി ഗൈസ്. ഓക്കെ, അപ്പൊ ഓണത്തിന് റെഡി അല്ലേ? നന്നായി ഡാൻസ് ചെയ്യില്ലേ? ചെയ്യില്ലടാ? ആ ഗൈസ്, ബിഹൈൻഡ് ദ സീനും കൂടി നിങ്ങളത് കാണണം. ഒന്നൊന്നും റെഡി ആവണില്ല. ആദ്യം എന്താ അതിനെ എന്ത് സംഭവമാണെന്ന് അറിയില്ല കേട്ടോ. ഉറി അടിക്കില്ലേ? ആ, ഉറി അടിച്ചിട്ടില്ല. ലാസ്റ്റ് ടീക്കുട്ടിയുടെ ഉറി അടിയാണ് കേട്ടോ. ഇത് വ്ളോഗായിട്ടൊന്നും ഫുള്ളായിട്ട് ഭയങ്കര വഴക്കാണ്. ഓക്കെ മുകളിലോട്ട് ആക്കിക്കോ, സ്പീഡിൽ അടിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം ഷൂട്ടിന്റെ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറി എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മുടെ വാസുവേട്ടനെ വിജയിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ വർഷങ്ങളായി 10-20 വർഷത്തിന് മേലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമുക്കും എല്ലാ ഓണത്തിനും കളറാക്കി തരുന്നത് കേട്ടോ. അത് ഇത്രയും ഹൈറ്റിൽ ഉറിയൊക്കെ കെട്ടി ദേ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് വാസുവേട്ടനാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ചേച്ചി ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. ഞാനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ മേമയുണ്ട്. മേമ എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഒരേ ഒരു സിസ്റ്റർ ആട്ടോ. അപ്പോൾ മേമയും ഭയങ്കര ആക്റ്റീവാണ്, എന്നെ പോലെ ഹൈപ്പർ ആക്റ്റീവാണ് എൻ്റെ മേമയും കേട്ടോ. അപ്പോൾ അങ്ങനെ മേമ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു 47 സെക്കൻഡ്സിൻ്റെ ആ ഓണം മൂഡ് ഷൂട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് മതിയായി. പക്ഷെ മേമ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മേമ ഫുൾ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മമ്മി ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കെട്ടാൻ ഇങ്ങനെ കെട്ടാൻ എന്നൊക്കെ ഉറി അടിക്കുന്നുണ്ട്. ഉറിയെല്ലാം ഹൈറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കണ്ട ഒരു പക്ഷിയാട്ടോ. ഇതിപ്പം എന്താണെന്ന് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും വരുന്നതാണ് അപ്പപ്പ പറയുന്നത്, പപ്പായ കഴിക്കാൻ വരുന്ന പറയുന്നത് കേട്ടോ. എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. ദൈവം വിചാരിച്ചു കുത്ത് കത്തിക്കോ ആണി കൊണ്ട് അതൊക്കെ മോൾക്ക് യഥാർത്ഥം ഉണ്ട്. കുറച്ച് പടപടപ്പ് കൂടുതൽ എന്നാ വന്നത് നാഗമ്മേ വന്നിട്ടുണ്ട് പാമ്പ്. ആണോ ഏത് കാര്യത്തിൽ മോളുടെ മനസ്സിലൊക്കെ കുറച്ച് പടപടപ്പുണ്ട്. ധൃതിയുണ്ടാ? എനിക്ക് മനസ്സിലാവില്ല ധൃതി ഉണ്ടോന്ന്. അത് പറഞ്ഞ ഭയങ്കരമായിട്ട് ഫാസ്റ്റിലായിട്ട് സംസാരിക്കുമെന്ന്. വേഗം പോയി എത്തണം, വേഗം ചെയ്യണമെന്ന് മോൾക്കൊരു തീരുമാനം ഉണ്ട് എന്ന്. വേഗം എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് ഈ കാര്യത്തിൽ പതുക്കെ ചെയ്യണമെന്ന് മോൾക്കില്ല. വേഗം പോണം, വേഗം എത്തണം. ടീച്ചേഴ്സ് പറയാറില്ലേ ഒന്നും പറയുന്ന നിന്റെ കൂടെ ഇരുന്നല്ലേ കൂടെ പിറപ്പ്, അതൊക്കെ വിവരമുള്ള ആളാണ്. വിവരമുള്ള ആളാണെന്നാ പറയുന്നത്. അവനൊക്കെ ധൃതിയില്ല, അവൻ പതുക്കെ തന്നെ. അത് കറക്റ്റ് അല്ല. നിന്റെ കയ്യേ കുറച്ചാട്ടുള്ളൂ. നിന്റെ മനസ്സിൽ വഞ്ചകില്ല, ചതിക്കില്ല. അവന്റെ കാര്യങ്ങള് വേറെ, നിന്റെ കാര്യം വേറെ മോളെ. ഏത് കാര്യത്തിലും അവന്റെ സ്നേഹതൊക്കെ വേറെ. എന്ന് നിന്റെ കൈ യഥാർത്ഥമുണ്ട്, അവൻ ചെയ്യില്ല. അവന്റെ പോക്കൾ അവൻ പോണം. അതിന്റെ മനസ്സിലുണ്ട് കൂട്ടു സ്നേഹത വക. എല്ലാ കാര്യത്തിലും അവൻ എത്തിക്കില്ല. അവന്റെ സ്വന്തം തീരുമാനം അതുണ്ട്. ആണ് നിനക്ക് അങ്ങനെയല്ല. കൂട്ടുവക വേണം, എല്ലാവരും വേണം. കൊടുക്കും 15, അതിന് എതിർ നോക്കില്ല, ആർക്കും ഇല്ലാന്ന് പറയില്ല. അതൊക്കെ അറിയില്ല. അതൊക്കെ ചീത്തപ്പേരൊക്കെ മോള് എടുക്കില്ല. കുറച്ച് പടപടപ്പുള്ളു കൈകെട്ട്. മോളുടെ പേരെന്താ? ടിയ. അച്ഛനമ്മയുടെ സ്നേഹം ഇന്ന് അവരുടെ സ്നേഹമൊക്കെ മോൾക്ക് എപ്പോഴും ഉണ്ട്. നിന്റെ സഹായം അവര് വിചാരിക്കില്ല. അതൊക്കെ പോരാ, അതൊക്കെ കയ്യില് കുറവ്. ഇന്ന് അവന്റെ സ്നേഹമൊക്കെ നിനക്ക് എത്തിക്കും. നിന്റെ സ്നേഹം കൊണ്ട് അവർ ജീവിക്കില്ല. നിനക്ക് ഗന്ധങ്ങളൊക്കെ ഒരു അപകടങ്ങളൊക്കെ കഴിഞ്ഞു. ചെറുപ്പത്തിൽ തട്ടുമുട്ട് എന്തെങ്കിലും കഴിഞ്ഞതാ. അതൊക്കെ ഏത് കാര്യത്തിൽ ചെറുപ്പത്തിൽ കഴിഞ്ഞു പോയി. ഇപ്പൊ നിന്റെ കയ്യിൽ ഏത് കാര്യത്തിൽ വിദ്യാഭ്യാസകാരി ഗവൺമെന്റ് തൊഴിൽ വരിയില് മോൾക്ക് എത്തിക്കണം. ഇന്ന് പല നാട് കാണാനുള്ള പൂതിയൊക്കെ മോൾക്ക് ഉണ്ട്. അതൊക്കെ ഭാഗ്യമുണ്ട്. അവരുടെ സഹായങ്ങൾ മോൾക്ക് എന്ന് എത്തിക്കുന്നു. പുറമുള്ളവരൊക്കെ ഉണ്ട്, സ്വന്തം ബന്ധമൊക്കെ ഈ കയ്യിലുണ്ട് മോളെ. അതൊക്കെ ഈ കൈ കൊണ്ട് ബുദ്ധിമുട്ടില്ല. നേരാകണുള്ള രേഖയില് കഷ്ടപ്പെടാണ്ട് ആണോ 10 ആൾ കൂടി മതുപ്പടേ ആണോ നല്ല പേര് തന്നെ എടുക്കോളൂ. ചീത്തപ്പേരുണ്ടാവില്ല. ആണോ വാശി പിടിവാത് മോൾക്ക് എന്ന് കാര്യങ്ങളൊക്കെ മുന്നേറ്റം വരണം. ധൈര്യമൊക്കെ ഉണ്ടാകണം. ഏത് കാര്യത്തിൽ തുടിച്ചിൽ പോകണം വരുന്നൊക്കെ ഉണ്ടാകണം. പേടിക്കാൻ പാടില്ല ഏത് കാര്യത്തില്. ധൈര്യം വേണം. ഉഷാറായിട്ട് സാധിക്കാനുള്ള ഭാഗ്യമുണ്ട്. നിന്റെ ഭാവിയിൽ ഏത് കാര്യത്തിൽ കഷ്ടങ്ങളൊക്കെ എനിക്ക് അറിയില്ല. നല്ലതേ വരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. അതൊക്കെ സമയമുണ്ട് അല്ല. അത് കടമയൊക്കെ വളക്കുക. അതിന് മോശമില്ല. സർബമേ വന്നിട്ടുണ്ട്. കുറച്ച് അലച്ചിലുണ്ടാകാം. സൂക്ഷിച്ചു പോ. ഏത് കാര്യത്തില് സൂക്ഷിച്ചു പോണം. സ്പീഡ് കുറയ്ക്കണം. എന്തിനും പേടി അത്ര തന്നെ ഉള്ളൂ.
അത് സ്വന്തം ബുദ്ധിയില് പഠിക്കാനുള്ള ബുദ്ധി ആലോചിച്ചാൽ തന്നെ നിനക്ക് ജോലി കാര്യങ്ങളൊക്കെ ചെലവാ 10 രൂപ ചെലവായാല് അവർ എത്തിച്ച് നടക്കാനുള്ള കാര്യം അവർക്കുണ്ട്. നീ ഒന്നും എത്തിക്കാൻ പാടില്ല, കഷ്ടങ്ങളൊക്കെ ഒന്നുമില്ല. നിന്റെ കാര്യം ലെവലായിട്ട് നിന്റെ കാര്യം സാധിക്കാം. അത് നിന്റെ സാമർത്ഥ്യം, ധൈര്യം.